Praise the Lord. Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming very soon to receive His glorious church. ഇന്ന് രാത്രിയുടെ വേളയിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കും. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഈ പകൽ രാത്രികാലം ലൈവിൽ വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വലിയ കരുണയോർത്ത് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ ആണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് അവസാനിപ്പിച്ചു. 7 കാഹളങ്ങളുള്ള ദൂതന്മാർ, അവരിൽ ഓരോരുത്തരായി കാഹളം ഊതുമ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് വെളിപ്പാട് പുസ്തകം 8-9 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. 5-ാമത്തെ ദൂതൻ ഊതിയപ്പോ നടന്ന സംഭവങ്ങളാണ് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീഴുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ഈ പുകയിൽ നിന്ന് വെട്ടുക്കിളി പുറപ്പെട്ടു വന്നു. ഈ വെട്ടുക്കിളികളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ വെട്ടുക്കിളികൾ ഭൂമിയിലെ തേളിലുള്ള ശക്തി വെട്ടുക്കിളികൾക്ക് ലഭിച്ചു. 2, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും കേടുവരുത്തരുത് എന്ന് ഈ വെട്ടുക്കിളികൾക്ക് അരുളപ്പാടുണ്ടായി. ഇവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഈ വെട്ടുക്കിളികൾക്ക് കൽപ്പനയുണ്ടായി. നമ്മള് പഴയ നിയമം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ദൈവം മിസ്രൈമിൽ ബാധ അയച്ചു. ആ ബാധ അയച്ച കൂട്ടത്തിൽ ഒരു ബാധയാണ് വെട്ടുക്കിളി. ആ വെട്ടുക്കിളികൾ മിസ്രൈമിലുണ്ടായിരുന്ന ഭക്ഷ്യ സസ്യ സാധനങ്ങളെയാണ് ഭക്ഷിച്ചത്. എന്നാൽ ഇവിടെ കാണുന്ന വെട്ടുക്കിളി അവയോട് ദൈവം കൽപ്പിക്കുന്നു, അവയോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, നെറ്റിയിൽ മുദ്രയില്ലാത്ത, ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ തേളിനും ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും ഒരു വൃക്ഷത്തിനും നീ കേടുവരുത്തരുത്. അപ്പോ പഴയ നിയമ പ്രവചനങ്ങളിൽ വെട്ടുക്കിളികളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവയോട് ദൈവം കൽപ്പിച്ചതോ മിസ്രൈമിൽ ഉണ്ടായിരുന്ന പച്ച വൃക്ഷ ലതാദികൾ എല്ലാം നശിപ്പിക്കാനാണ് കൽപ്പിച്ചത്. എന്നാൽ
വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന വെട്ടിക്കിളികൾ, അവയോട് ദൈവം കൽപ്പിക്കുന്നത് ദൈവത്തിന്റെ മുദ്രയില്ലാത്ത, നെറ്റിമേൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ മാത്രം തെരഞ്ഞു പിടിച്ച് ദണ്ഡിപ്പിക്കുക. ഇതാണ് ഇവരുടെ ദൗത്യം. അപ്പോ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത, നെറ്റിയിൽ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിൽ യാതൊന്നിനും കേടുവരുത്തരുത് എന്ന് വിക്ക് കൽപ്പന ലഭിച്ചു. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. 5-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കും. അതിനുശേഷം എവിടം വരെ ഇന്ന് പോകുവാൻ പറ്റുമോ അത്രയും പോകും. തീർന്നില്ല എങ്കിൽ കർത്താവിനെ വെച്ചാൽ അടുത്ത തിങ്കളാഴ്ച ഇതിന്റെ ബാക്കിയായി നമുക്ക് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. 5 മുതൽ 12 വരെയുള്ള 7 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ഞാൻ വായിക്കുന്നത്. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. ഇത് വെട്ടിക്കിളിയുടെ രൂപമാണ് അടുത്ത വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. വെട്ടിക്കിളിയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ ഇല്ലാത്ത സകല മാനവജാതിയെയും 5 മാസത്തേക്ക് ദണ്ഡിപ്പിക്കുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തു. ആർക്ക്? വെട്ടിക്കിളികൾക്ക്. അതാണ് നമ്മൾ വായിച്ചത്. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും വൃക്ഷങ്ങൾക്ക് ഒന്നും കേടുവരുത്തരുത് എന്ന് പറഞ്ഞാൽ, ഈ വെട്ടിക്കിളികളുടെ ദൗത്യം എന്ന് പറയുന്നത്, ഈ വെട്ടിക്കിളികളുടെ ദൗത്യം ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ പതിക്കപ്പെടാത്തതായ മറ്റുള്ള ജനങ്ങളെ 5 മാസം ദണ്ഡിപ്പിക്കാനുള്ള അധികാരം ദൈവം അവർക്ക് കൊടുത്തു. അതാണ് ഈ വെട്ടിക്കിളികളുടെ ദൗത്യം. അടുത്തത്, വെട്ടിക്കിളികൾ കുത്തുന്നത് തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെയുള്ള വേദനയായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത വാക്യം, ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. അടുത്തത്, അടുത്ത വാക്യങ്ങളിൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വെട്ടിക്കിളിയുടെ രൂപ സാദൃശ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെട്ടിക്കിളിയുടെ രൂപം 1 യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. വെട്ടിക്കിളിയുടെ രൂപമാണ് പറയുന്നത്, യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. അടുത്തത്, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും. അടുത്തത്, മുഖം മനുഷ്യമുഖം പോലെയും ആയിരുന്നു. അടുത്തത്, സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. അടുത്തത്, പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. അടുത്തത്, ഇരുമ്പ് കവചം പോലെ കവചം ഉണ്ട്. അടുത്തത്, ചിറകിന്റെ ഒച്ച പടയ്ക്ക് പുറപ്പെടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെ ആയിരുന്നു. അടുത്തത്, തേളിൽ ഉള്ളതുപോലെ വാലും
വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിക്കാൻ അതിന്റെ ശക്തി വാലിന്റെ മേൽ ആയിരുന്നു. 10 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോ വായിച്ചത്. 11-ാം വാക്യം, അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവനായ ഭാഷയിൽ അപ്പല്ലോൻ എന്നും പേർ. ഇതാണ് വേദവാക്യങ്ങൾ ഞാൻ വായിച്ചത്. അപ്പോ ഈ വെട്ടുക്കിളികളുടെ ദൗത്യം എന്താണ് എന്നൊന്നുകൂടെ സൂചിപ്പിക്കുക. വെട്ടുക്കിളികളുടെ ദൗത്യം എന്ന് പറയുന്നത് നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്ത മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കാൻ ഇവയ്ക്ക് അധികാരം ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ ഗോത്രം 12-ൽ നിന്നും നെറ്റിയിൽ മുദ്രയിട്ടതായ 144,000 പേരെ വേർതിരിച്ചതായി 7-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ വെട്ടുക്കിളിയുടെ ദൗത്യം എന്നുള്ളത് നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്തതായ മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കുവാൻ ദൈവം ഇവർക്ക് അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ യഹൂദ ജാതിയെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്പം കൂടെ പറഞ്ഞാൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 വെച്ച് 1,44,000 പേരെയാണ് 7-ാം അധ്യായത്തിൽ മുദ്രയിട്ട് വേർതിരിച്ചവർ. ആ മുദ്രയിട്ട് വേർതിരിച്ചവരെ ഒഴികെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതായ നെറ്റിയിൽ മുദ്രയില്ലാത്തതായ സകല മാനവജാതിയെയും 5 മാസം ദണ്ഡിപ്പിക്കുവാൻ ഈ വെട്ടുക്കിളികൾക്ക് ദൈവം ഒരു ദൗത്യം ഏർപ്പെടുത്തി. ശ്രദ്ധിക്കുമല്ലോ. അടുത്തത്, 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ അതിന് അധികാരം ലഭിച്ചതോ. 5 മാസം. അവരുടെ വേദന, ആരുടെ? വെട്ടുക്കിളി കുത്തുമ്പോ ഉണ്ടാകുന്ന വേദന, തേൽ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ശ്രദ്ധിക്കണം, ഈ വെട്ടുക്കിളിയുടെ രൂപങ്ങളല്ല ഞാൻ പറയുന്നത്, വെട്ടുക്കിളിയുടെ ദൗത്യം ആദ്യം ഞാൻ ഓർപ്പിച്ചു. അവരുടെ ദൗത്യം എന്ന് പറയുന്നത് നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത സകലവിധ മാനവജാതിയെയും 5 മാസക്കാലം ദണ്ഡിപ്പിക്കുക എന്നുള്ളതാണ് ഈ വെട്ടുക്കിളികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം. അപ്പോ ഈ വെട്ടുക്കിളികൾ എങ്ങനെയാ ദണ്ഡിപ്പിക്കുന്നേ? ഈ വെട്ടുക്കിളികൾക്ക് തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ വെട്ടുക്കിളികൾ തേളിനുള്ളതുപോലെ വാല് ഉണ്ട്. തേല് തന്റെ വാലിന്റെ അറ്റത്ത് ഒരു മുള്ളു പോലെ ഒരു സാധനം തേളിനുണ്ട്. അതുകൊണ്ടാണ് തേള് മനുഷ്യരെ കുത്തുന്നത്. ഇവിടെ പറയുന്നത് തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഇതിന് ഉണ്ട്. അപ്പോ ഈ വെട്ടുക്കിളികൾ മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഈ വെട്ടുക്കിളികൾക്കുള്ളത് കൊണ്ട് ഈ വെട്ടുക്കിളികൾ കുത്തുമ്പോൾ മാനവജാതിക്കുണ്ടാകുന്ന വേദന മനുഷ്യനെ തേൾ കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെ ആയിരിക്കും എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അടുത്തത്, ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. ആ കാലത്ത്, ഏത് കാലത്ത്? മഹോപദ്രവ പീഡന കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ പകുതിയാണ് ഈ ഭാഗമെന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഓഫ് ദി ട്രിബുലേഷൻ പീരീഡ്, ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്. മഹോ ഉപദ്രവ കാലഘട്ടത്തിന്റെ രണ്ടാം പകുതിയുടെ അന്ത്യഭാഗമായിരിക്കും ഈ 9-ാം അധ്യായത്തിലെ ചിന്താവിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വെട്ടിക്കിളികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം ഞാൻ ഓർപ്പിച്ചു. ആ ദൗത്യം എന്ന് പറയുന്നത് മാനവജാതിയെ 5 മാസക്കാലം ദണ്ഡിപ്പിക്കാൻ. ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ, പറയട്ടെ, പഴയ നിയമത്തിൽ അഥവാ പുറപ്പാട് പുസ്തകത്തിൽ മിസ്രയീമിലെ ജനത്തെ ദണ്ഡിപ്പിക്കേണ്ടതിന് ദൈവം 10 ബാധകൾ മോശ മുഖാന്തരം അയച്ചതിന്റെ കൂട്ടത്തിൽ ഒരു ബാധയുടെ പേരാണ് വെട്ടുക്കിളി. അവരുടെ ജോലി എന്തെന്നറിയാമോ? പഴയ നിയമത്തിൽ അതോ പുറപ്പാട് പുസ്തകത്തിൽ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കാമെന്ന വെട്ടുക്കിളിയുടെ ജോലി, ദൗത്യം, മിസ്രയീമ്യരുടെ സകല ഭക്ഷ്യ വൃക്ഷ ലതാദികൾ തിന്നു നശിപ്പിക്കും. ഇന്നും വെട്ടുകിളികളുണ്ട്. വെട്ടുകിളി പല സ്ഥലങ്ങളിൽ വെട്ടുകിളിയെ കാണുന്നുണ്ട്. നമ്മുടെ ഒരു വിരളിന്റെ നീളം മാത്രമുള്ള ചെറിയൊരു ഇൻസെക്റ്റ് ആണ് ഈ വെട്ടുകിളി എന്ന് പറയുന്നത്. ആ വെട്ടുകിളികൾ വൃക്ഷലതാദികളെയാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ വെളിപ്പാട് 9-ാം അധ്യായത്തിൽ നാം ഇവിടെ കാണുന്ന വെട്ടുക്കിളികളോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത സകലവിധ മാനവജാതിയെയും 5 മാസം ദണ്ഡിപ്പിക്കാൻ ഇവർക്ക് അധികാരം ലഭിച്ചു. എന്നുവെച്ചാൽ ഇവ കുത്തുമ്പോൾ തേൾ മനുഷ്യനെ കുത്തുന്നതിന്റെ അതിവേദനയായിരിക്കും മാനവജാതി അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. എന്ന് പറഞ്ഞാൽ അതികഠിനമായ പീഡനങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന, ദൈവത്തിന്റെ മുദ്രയില്ലാത്ത, കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ ഇവിടെ നിലനിൽക്കുന്നതായ മാനവജാതി, അവർ വെട്ടിക്കിളികളുടെ കുത്തുനിമിത്തം, വെട്ടിക്കിളികൾ അവരെ ദണ്ഡിപ്പിക്കുന്നത് നിമിത്തം ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, എന്നാൽ അവർ കണ്ടെത്തുകയില്ല. ആ കാലത്ത് അവർ മരിപ്പാൻ കൊതിക്കും, എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. എന്ന് പറഞ്ഞാൽ there is no death in that period. ഇതിന്റെ അർത്ഥം ഇതാണ്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിൽ ഒരു കാര്യം ഞാൻ ഉറക്ക വിളിച്ചു പറയട്ടെ. മഹാപീഡന കാലഘട്ടത്തിന്റെ 2-ാമത്തെ പകുതിയിൽ മാനവജാതിയെ പീഡിപ്പിക്കേണ്ടതിനായി അന്ന് ഈ പകുതിയിൽ, 2-ാമത്തെ പകുതിയിൽ, മഹാ ഉപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്നത് ആരൊക്കെയാണെന്ന് ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. ഒന്ന്, ഇസ്രായേൽ എന്നൊരു രാജ്യവും യഹൂദൻ എന്നൊരു ജാതിയും. യഹൂദൻ എന്നൊരു ജാതി. രണ്ടാമത്തെ ഗ്രൂപ്പ് the left behind group from the rapture of the Holy Church.
ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ ഉൾപ്പെടാത്തതായ കൈവിടപ്പെട്ടു പോകുന്ന ഒരു മഹാപുരുഷാരം. മൂന്നാമത്തെ ഗ്രൂപ്പ്, അന്നുവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം അനുസരിക്കാത്തതായ, സ്വീകരിക്കാത്തതായ മാനവജാതികളിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോ മഹോപദ്രവകാലത്തിൽ കൂടെ കടന്നു പോകുന്നത് 3 ഗ്രൂപ്പ് ആൾക്കാരാണ്. ഒന്ന്, പീപ്പിൾ ഓഫ് ഇസ്രായേൽ. പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ബിക്കോസ് അവര് ഇസ്രായേൽ ഗോത്രം 12 നിന്നും 12,000 വെച്ച് 1,44,000 പേരെ ദൈവം വേർതിരിച്ചു നിർത്തിയിരിക്കുക. ഒരു ഗ്രൂപ്പ് അവര്. രണ്ടാമത്തെ ഗ്രൂപ്പ് ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ ഉൾപ്പെടാതെ പോയ, കൈവിടപ്പെട്ടുപോയ ഒരു മഹാപുരുഷാരം. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അന്നുവരെയും കർത്താവായ യേശുമിശിഹായുടെ കർത്തൃത്വം അംഗീകരിക്കാത്തതായ ജാതികളായ രാജ്യങ്ങൾ. അപ്പോ 3 വിധ ജനമാണ് മഹോ ഉപദ്രവ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവർ ശ്രദ്ധിക്കാൻ പറയുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ മാത്രം, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ മാത്രം 5 മാസക്കാലം ദണ്ഡിപ്പിക്കുക എന്നുള്ളതാണ് വെട്ടിക്കിളികളുടെ ദൗത്യം. അവരെ കുത്തിയാൽ, വെട്ടിക്കിളികൾ കുത്തുന്നതിന്റെ വേദനയെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദന എന്ന് പറയുന്നത് തേൽ മനുഷ്യനെ കുത്തിയാൽ ഉണ്ടാകുന്ന അതിവേദനയായിരിക്കും. അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഇനി ശ്രദ്ധിക്കണേ, 7-ാം വാക്യം മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെട്ടിക്കിളികളുടെ രൂപസാദൃശ്യമാണ്. വെട്ടിക്കിളികളുടെ രൂപസാദൃശ്യം. ഒന്ന്, വെട്ടിക്കിളികളുടെ രൂപം എന്താണെന്ന് യോഹന്നാനോട് പറയുന്നു. ഒന്ന്, യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. വെട്ടിക്കിളികൾക്ക് പല രൂപങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒൻപത് വിധ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. 2, അവരുടെ തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ. 3, ഉള്ളതുപോലെയും. മൂന്നാമത്തേത്, മനുഷ്യ മുഖം പോലെയും ആയിരുന്നു. അപ്പൊ ചിന്തിക്കണേ, ഈ വെട്ടിക്കിളികളിൽ രൂപം ഒന്ന് ചിന്തിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ഈ വെട്ടിക്കിളിയുടെ രൂപം. അവയുടെ രൂപം എന്നാണ്: ഒന്ന്, യുദ്ധത്തിന് ചമയിച്ചിരിക്കുന്ന കുതിരയ്ക്ക് സമം. പിന്നീട് ഇവയുടെ തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മനുഷ്യന്റെ മുഖം പോലെ മുഖവും ഇവയ്ക്കുണ്ട്. അടുത്തത്, സ്ത്രീകളുടെ മുടി പോലെ മുടിയും ഉണ്ട്.
പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. പിന്നെ ഇരുമ്പ് കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന കുതിരയുടെ ഒച്ച പോലെ ആയിരുന്നു. അപ്പൊ ഒരുവിധം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? ഈ വെട്ടിക്കിളികൾ ഇത്ര നീളമുള്ള ഒരു ചെറിയ ഇൻസെക്റ്റാണ് വെട്ടുകിളി എന്ന് പറയുന്നത്. അവയെക്കുറിച്ച് സദൃശ്യവാക്യത്തിൽ പറയുന്നു, വെട്ടിക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ ലൈനായി പുറപ്പെടുന്നു. വെട്ടിക്കിളികൾക്ക് രാജാവില്ല എന്നാണ് സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സദൃശ്യവാക്യം 30-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, പ്രോവർബ്സ് ചാപ്റ്റർ 30 അതിന്റെ 27 വേർഡ്സ്. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഞാനത് വായിക്കാം. ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സദൃശ്യവാക്യത്തിൽ, വെട്ടിക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവയൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. ഈ വെട്ടിക്കിളികൾക്ക് രാജാവില്ല, നോ ലീഡർ, എന്നാലും അവ അണിയണിയായി പുറപ്പെടുന്നു എന്നാണ് സദൃശ്യവാക്യത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ 9-ാം അധ്യായത്തിൽ പറയുന്ന വെട്ടിക്കിളി എന്ന് പറഞ്ഞ ഈ സാധനം, ഈ ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിരലിന്റെ നീളം മാത്രമുള്ള ഒരു ഇൻസെക്ട്, ഒരു പ്രാണി, ആ പ്രാണിയുടെ രൂപമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന വെട്ടിക്കിളിയുടെ രൂപമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഭൂമിയിൽ കാണുന്ന വെട്ടിക്കിളിയുടെ രൂപമല്ല. നമ്മളിപ്പോ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെട്ടിക്കിളി എന്ന് പറയുന്നത് എന്റെ ഈ വിരലിന്റെ നീളം മാത്രമുള്ള 5 ഗ്രാമോ 10 ഗ്രാമോ മാത്രം തൂക്കവുമുള്ളതായ ഒരു ചെറിയ പ്രാണിയാണ്. എന്നാൽ വെളിപ്പാട് 9-ാം അധ്യായത്തിൽ അഗാധകൂപം തുറക്കാൻ താക്കോൽ ലഭിച്ച ദൂതൻ അഗാധകൂപം തുറന്നപ്പോ ഈ അഗാധകൂപത്തിനകത്തു നിന്ന് പുറപ്പെട്ടതായ വെട്ടിക്കിളികൾ എന്ന് പറഞ്ഞ ഈ മഹാ ഉപദ്രവകാരിയായ വസ്തു, അവയുടെ രൂപത്തെക്കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. അവയുടെ രൂപം, 1, യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. 2, തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മനുഷ്യന്റെ മുഖം ഉണ്ടായിരുന്നു. മനുഷ്യമുഖം പോലെയും ആയിരുന്നു. കുതിര, പടയ്ക്ക് പുറപ്പെടുന്ന കുതിരയ്ക്ക് സമമായി തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മനുഷ്യമുഖമുള്ളതുപോലെയുമായ ഒരു രൂപം. അടുത്തത് കേട്ടുകൊള്ളുക. സ്ത്രീകളുടെ മുടി പോലെ ഇവയ്ക്ക് മുടിയുണ്ടായിരുന്നു. കുതിരയ്ക്ക് തലയിൽ ഒരല്പം മുടിയേ ഉള്ളൂ, പക്ഷെ അതിന്റെ വാലിൽ നീണ്ട മുടിയുണ്ട്. പക്ഷെ ഇവിടെ പറയുകയാണ്, യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാ ഉപദ്രവകാരിയായ വെട്ടിക്കിളികളുടെ രൂപം യോഹന്നാൻ പറയുന്നത് ഇപ്രകാരമാണ്. അവയുടെ രൂപമോ യുദ്ധത്തിന് പുറപ്പെടുന്നതായ കുതിരയ്ക്ക് സമം. 2, അവയുടെ തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മനുഷ്യമുഖം പോലെയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുഖരൂപമുള്ള, സ്ത്രീകളെ പോലെ മുടിയുള്ളതായ, സിംഹത്തിന്റെ പല്ലുപോലെ മൂർച്ചയേറിയ പല്ലുകളുള്ള
ഇരുമ്പ് കവചം ധരിച്ചിരിക്കുന്ന ഒരു തരം വസ്തു, ഒരു ജീവി. ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളൊക്കെ ദൈവശാസ്ത്രജ്ഞ തിയോളജിയൻസിന്റെ ഇടയിലുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് ക്രീച്ചർ ഈസ് ദിസ്. ഇതെന്ത് തരം ജീവിയാണെന്ന് പോലും എനിക്ക് വ്യാഖ്യാനിക്കാനും കഴിയുന്നില്ല. ഐ നോ ഇറ്റ് ഈസ് ലോക്കസ്റ്റ് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. വെട്ടിക്കിളികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വെട്ടിക്കിളികളെ കുറിച്ച് പറഞ്ഞപ്പോ സദൃശ്യവാക്യത്തിൽ ശലോമോൻ രാജാവ് പറഞ്ഞു, വെട്ടിക്കിളികൾക്ക് രാജാവില്ല. ലോക്കസ്റ്റ് ഡസ് നോട്ട് ഹാവ് കിങ് ഈവൻ ദോ ദേ ആർ ഗോയിങ് ഇൻ എ ലൈൻ. ഇതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെട്ടിക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കൊരു മര്യാദയുണ്ട്, അവർക്കൊരു ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് അവ പുറപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് രാത്രി ഞാനിവിടെ നിങ്ങളെ ഓർപ്പിക്കുന്ന വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, അതിഭയങ്കരമായ അതിഭയാനകമായ ഒരു രൂപമുള്ള ഒരു വസ്തു, എ ക്രീച്ചർ, എ സ്പെഷ്യൽ ക്രീച്ചർ which is going to come in the latter part of the great tribulation period in order to torment the people, those who are not having their own forehead the seal of God. ദൈവത്തിന്റെ മുദ്ര നെറ്റിയിലില്ലാത്ത മാനവജാതികളെ മുഴുവൻ ദണ്ഡിപ്പിക്കേണ്ടതിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അതിഭയങ്കരവും ഭീകരവുമായ ഏതോ ഒരു തരം ജീവിയാണ് ഈ വെട്ടിക്കിളികൾ എന്നുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവ പാട്ടൻഡാഗുകളാണെന്നും തീ പുറപ്പെടുന്നത് പോലെ പുറപ്പെടുന്നു എന്നുമൊക്കെ വ്യാഖ്യാനിക്കുന്ന പലരുമുണ്ട്. പക്ഷെ ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. I am really standing upon the word of God. ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാനിന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ ഇല്ലാത്തതിരിക്കുന്ന മാനവജാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സകലരെയും 5 മാസക്കാലം ദണ്ഡിപ്പിക്കേണ്ടതിനായി ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം അവർ പൂർത്തീകരിക്കുന്നത് വരെ അവ പുറപ്പെട്ടുകൊണ്ടിരിക്കും. God appointed this locust in order to torment those who are not having seal upon their forehead. അവരുടെ നെറ്റിമേൽ മുദ്രയില്ലാത്തവരെ ദണ്ഡിപ്പിക്കേണ്ടതിനായി 5 മാസത്തേക്ക് ദണ്ഡിപ്പിക്കാൻ ദൈവം ഇവർക്കൊരു ദൗത്യം കൊടുത്തിരിക്കുക. അപ്പൊ അവരുടെ രൂപമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മനുഷ്യന്റെ മുഖം പോലെ മുഖവും അവയ്ക്കുണ്ട്. അടുത്തത്, സ്ത്രീകളുടെ മുടി പോലെ മുടിയും ഉണ്ട്. പല്ലുകളോ സിംഹത്തിന്റെ പല്ലുകൾ പോലെ കൂർത്ത പല്ലുകളുണ്ട്. പിന്നെ ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. അടുത്തത്, തേളിൻ ചിറകുകൾ പടക്കോടുന്ന അനേകം കുതിരപ്പടയുടെ ശബ്ദം പോലെയുള്ള താണ് ഇവരുടെ യാത്ര. എന്ന് പറഞ്ഞാൽ 100 കണക്കിന് കുതിരകൾ പടയ്ക്ക് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിഭയങ്കരമായൊരു ശബ്ദത്തോടുകൂടി ആയിരിക്കും ഇവ യാത്ര ചെയ്യുന്നത്. അടുത്തത്, ഇവയ്ക്ക് തേളിലുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. ആർക്ക്? ഈ വെട്ടിക്കിളി എന്ന് പറഞ്ഞ ക്രീച്ചറിന്, ജീവിക്ക്. വെട്ടിക്കിളി എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതായ ഈ ജീവിക്ക് 8 വിധ രൂപവികാസങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, യുദ്ധത്തിന് പുറപ്പെടുന്ന കുതിരയ്ക്ക് സമമാണവ. 2, അവരുടെ തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും
മനുഷ്യന്റെ മുഖം പോലെ മുഖവുമുണ്ട്. 3, സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. 4, പല്ലുകളോ സിംഹത്തിന്റെ പല്ലുകൾ പോലെ പല്ലുകളുണ്ട്. ഇതിന് ഇരുമ്പ് കവചമുണ്ട്. ചിറകുകളുടെ ഒച്ച എന്തിലെ വെട്ടിക്കിളികളുടെ ചിറകിന്റെ ഒച്ച 1000 കുതിരകൾ ഓടുമ്പോൾ ഉണ്ടാകുന്ന, പടയ്ക്ക് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിഭയങ്കരമായ ശബ്ദം. അടുത്തത്, തേളിനുള്ളതുപോലെ വാലും പിന്നെ വിഷമുള്ളും ഇവയ്ക്കുണ്ട്. ഈ വിഷമുള്ളുകൊണ്ടാണ് ഇവ കുത്തുന്നത്. ഇവർ 5 മാസക്കാലം മാനവജാതി എന്ന് പറയുമ്പോ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്തതായ മാനവജാതിയെ മുഴുവൻ ദണ്ഡിപ്പിക്കേണ്ടതിന് ദൈവം ഇവരെ ആക്കി വച്ചിരിക്കുക. നെറ്റിയിൽ മുദ്രയില്ലാത്തതായ മാനവജാതിയെ മുഴുവൻ 5 മാസക്കാലം ദണ്ഡിപ്പിക്കേണ്ടതിന് ദൈവം ഈ വെട്ടിക്കിളികൾക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ ഞാന് സദൃശ്യവാക്യത്തിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞു, വെട്ടിക്കിളികൾക്ക് രാജാവില്ല, അവ അണിയണിയായി പുറപ്പെടുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ വെട്ടിക്കിളിയുടെ രൂപ സാദൃശ്യമുള്ളതായ ഒരു പ്രത്യേകതരം ജീവി. ആ ജീവികൾ എന്താണെന്ന് എനിക്ക് എന്റെ മനോബോധത്തിൽ ചിന്തിച്ചോ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇവ പാട്ടൻ ചാങ്കുകളാണെന്നും മിസൈലുകളാണെന്നും യുദ്ധത്തിന് പുറപ്പെടുന്ന ഫൈറ്റർ വിമാനങ്ങളാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എനിക്കറിയത്തില്ല ഇത് എന്താണെന്നുള്ളത്. ലെറ്റ് ദം ഇന്റർപ്രറ്റ് ലൈക്ക് ദാറ്റ്, നോ പ്രോബ്ലം. പക്ഷെ ദൈവവചനം പറയുന്നു, പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇവ പാറ്റൻ ടാങ്കുകളാണെന്നും യുദ്ധത്തിന് പുറപ്പെടുന്ന ഫൈറ്റർ വിമാനങ്ങളാണെന്നും തീ തുപ്പുന്ന മിസൈലുകൾ എറിഞ്ഞ് വിടുന്നതായ ഫൈറ്റർ വിമാനങ്ങളാണെന്നും ഒക്കെ ഇവർ ചിലര് വ്യാഖ്യാനിക്കാറ്. ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ പറയുന്നത്, യോഹന്നാൻ പറയുന്നു, വെട്ടിക്കിളിയുടെ രൂപമോ ഒന്നാണ് യുദ്ധത്തിന് പുറപ്പെടുന്ന കുതിരയ്ക്ക് സമം. യുദ്ധത്തിനായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കുതിരയ്ക്ക് സമാന രൂപം. 2, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും, തലയിൽ എന്താണ് പൊൻകിരീടം ഉള്ളതുപോലെയും മനുഷ്യന്റെ മുഖരൂപം ആയിരുന്നു. മനുഷ്യന്റെ മുഖരൂപം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ഈ ജീവി, വെട്ടിക്കിളി എന്ന് പറഞ്ഞ ഈ ജീവി, ഒന്ന് മനുഷ്യന്റെ മുഖരൂപമുണ്ട്, പടയ്ക്ക് പുറപ്പെടുന്ന കുതിരയ്ക്ക് സമാനമായ രൂപമുണ്ട്. അടുത്തത്, മനുഷ്യന്റെ തലയിലാണ് കിരീടം വെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പൊൻകിരീടം ഉള്ളതുപോലെയും. അടുത്തത് പറയുന്നത്, സ്ത്രീകൾക്കുള്ളതുപോലെ നീളമുള്ള മുടിയുണ്ട്. സ്ത്രീകൾക്കുള്ളതുപോലെ തലയിൽ മുടിയുണ്ട്. പിന്നെ അതിന്റെ പല്ലുകളോ, വെട്ടിക്കിളിയുടെ പല്ലുകളോ, അതിനെക്കുറിച്ച് പറയുന്നത് സിംഹത്തിന്റെ പല്ലുകൾ പോലെ പല്ല്. പിന്നെ ഈ വെട്ടിക്കിളികൾ ഇരുമ്പ് കവചം ധരിച്ചിരിക്കുക. ഇരുമ്പ് കവചം. പിന്നെ അടുത്തത് ശ്രദ്ധിക്കണേ, വെട്ടിക്കിളി, നമ്മൾ ഇപ്പൊ കാണുന്ന വെട്ടിക്കിളി എന്ന് പറഞ്ഞത് ഒരു ചെറിയ സാധനമാണ്. അതിന്റെ ചിറകിന്റെ ഒച്ച ഏതിന്റെ? വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 5 മുതൽ കാണുന്ന വെട്ടിക്കിളി എന്ന് പറയുന്ന ജീവിയുടെ ചിറകിന്റെ ഒച്ച 1000
അനേകം കുതിരകൾ പടയ്ക്ക് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിഭയങ്കരമായ ശബ്ദം. പിന്നെ ഇവയ്ക്ക് എന്നാം കൂടെ ഉണ്ടെന്നറിയോ? തേളിലുള്ളതുപോലെ വാലും, ആ വാലിൽ വിഷമുള്ളുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, തേള് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് അവയുടെ വാലിന്റെ അറ്റത്ത് ഒരു മുള്ളിന്റെ രൂപത്തിലുള്ള ഒരു സാധനമുണ്ട്. അതുകൊണ്ടാണ് തേള് മനുഷ്യനെ കുത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ വെട്ടിക്കിളിയുടെ രൂപസാദൃശ്യമുള്ള ഈ പ്രത്യേകതരം ജീവിക്ക് അവയുടെ വാലിൽ ഒരു വാലുണ്ട്, 2 വിഷമുള്ളുണ്ട്. ഇപ്പൊ നിലവിലുള്ള തേള്, സ്കോർപ്പിയൻ എന്ന് പറയുന്ന ആ വസ്തു, ആ സാധനം, അതിന്റെ വാലിന്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു മുള്ളുണ്ട്. വളഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ മുള്ളുണ്ട്. അതിലാണ് ഈ തേളിന്റെ വിഷം അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതായ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വെട്ടിക്കിളി എന്ന് പറഞ്ഞ ജീവിക്ക് തേളിലുള്ളതുപോലെ വാലും അവയ്ക്ക് വിഷമുള്ളുകൊണ്ട്, ഈ വിഷമുള്ളുകൊണ്ട് മാനവജാതിയെ, അടുത്തത് ശ്രദ്ധിക്കുക, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മാനവജാതിയെ 5 മാസക്കാലം മുഴുവൻ ദണ്ഡിപ്പിക്കേണ്ടതിനുള്ള അധികാരം പ്രാപിച്ചതായ ഒരു തരം പ്രത്യേക ജീവിയാണ് ഈ വെട്ടിക്കിളികൾ എന്ന പേരിനാൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 5 മുതൽ പറയുന്ന ഈ ജീവി. ഈ ജീവികൾ മാനവജാതി 5 മാസം ദണ്ഡിപ്പിക്കും. അടുത്ത പറയുന്നു, അതിന്റെ ശക്തി വാലിലായിരുന്നു എന്ന് പറഞ്ഞാൽ തേളിന്റെ ശക്തി ഈ വാലയിലാണ്. തേള് തല കൊണ്ട് കടിക്കാറില്ല, തേള് കുത്തുന്നത് തന്റെ വാലുകൊണ്ടാണ്. അതിങ്ങനെ വളഞ്ഞിരിക്കും. തേലിന്റെ വാല് ഒരു മുള്ളു പോലൊരു ഇതായിരിക്കും. അത് തേലിന്റെ തലയിൽ നമ്മൾ ചവിട്ടിയാൽ പോലും തേള് അതിന്റെ വാലുകൊണ്ട് നമ്മളെ കുത്തും. മനസ്സിലാക്കുക. പാമ്പ് വാലുകൊണ്ടല്ല കടിക്കുന്നത്, തല കൊണ്ടാണ് കടിക്കുന്നത്. പക്ഷെ തേള് കുത്തുന്നത് തന്റെ വാലുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വെട്ടിക്കിളിക്ക് സമാനമായ മാരകവിഷമുള്ള, മാരകകരമായ, ഉപദ്രവകാരിയായ ഈ ജീവിയുടെ വാലിലാണ് അതിന്റെ ശക്തി ഇരിക്കുന്നത്. ഇനി ശ്രദ്ധിക്ക്, ഇവിടെ പറയുന്നു അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. ആര്? അഗാധദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദി ബോട്ടംലെസ് പിറ്റ്. അഗാധകൂപത്തിന്റെ ദൂതൻ ഈ വെട്ടിക്കിളികളുടെ രാജാവായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചു. എവിടുന്ന് നമ്മള് വായിച്ചു? പുറപ്പാട് നമ്മള് സദൃശ്യവാക്യത്തിൽ നിന്ന് വാക്യം വായിച്ചു. 30-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നമ്മൾ വായിച്ചായിരുന്നു. ഞാനത് ഒന്ന് കൂടെ വായിക്കാം. The locusts have no king, yet go they forth all of them by bands. നമ്മള് സദൃശ്യവാക്യത്തിൽ ശലോമോൻ രാജാവ് പറഞ്ഞു വെട്ടിക്കിളികൾക്ക് രാജാവില്ല. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാട് കണ്ടപ്പോ കണ്ട വെട്ടിക്കിളികൾക്ക് രാജാവുണ്ട്. ആരാണ് ആ രാജാവ്? അഗാധദൂതൻ ഈ വെട്ടിക്കിളിയുടെ രാജാവായിരുന്നു. അഗാധദൂതൻ എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്യം നോക്കാം.
and they had a king over them, which is the angel of the bottomless pit. ശ്രദ്ധിക്കണേ, ഇവിടെ യോഹന്നാൻ പറയുന്നു അവയ്ക്ക് അഗാധകൂപത്തിന്റെ ദൂതൻ രാജാവായിരുന്നു. ആർക്ക്? വെട്ടിക്കിളികൾക്ക്. ശ്രദ്ധിക്കുക, ഞാൻ സദൃശ്യവാക്യത്തിലെ വാക്യം ഒന്നുകൂടെ പറയുന്നു. സദൃശ്യവാക്യം 30-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, 27-ാമത്തെ വാക്യത്തിൽ, 17അല്ല 30-ാം അധ്യായം, പ്രോവർബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 27. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വെട്ടിക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി പുറപ്പെടുന്നു. ശ്രദ്ധിക്കണേ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് തന്റെ പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങൾ എഴുതി വന്നപ്പോ അദ്ദേഹം പറയുന്നു, വെട്ടിക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി പുറപ്പെടുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ വെട്ടിക്കിളികളെ കുറിച്ച് എഴുതി വന്നപ്പോ അവയുടെ രൂപസാദൃശ്യങ്ങളൊക്കെ യോഹന്നാൻ പറഞ്ഞു കഴിഞ്ഞേച്ച്, അവയുടെ ദൗത്യവും യോഹന്നാൻ പറഞ്ഞു കഴിഞ്ഞേച്ച് യോഹന്നാൻ പറയുന്നു, they had a king, they are a king, the king, the angel of the bottomless pit. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അഗാധ ദൂതൻ അവർക്ക് രാജാവായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു, they had a king, an angel of the bottomless pit. അഗാധകൂപത്തിന്റെ ദൂതൻ അവർക്ക് രാജാവായിരുന്നു. ഇങ്ങനെ വേണം അതിന്റെ പരിഭാഷ വരേണ്ടത്. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു എന്നാണ് മലയാള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷാന്തരത്തിലേക്ക് നമ്മൾ പോകുമ്പോ they had a king, an angel of the bottomless pit. അഗാധകൂപത്തിന്റെ ദൂതൻ അവർക്ക് രാജാവായിരുന്നു. ആർക്ക്? വെട്ടിക്കിളികൾക്ക്. ഈ വെട്ടിക്കിളിയുടെ ദൗത്യം ഞാൻ ഓർപ്പിച്ചായിരുന്നു. വെട്ടിക്കിളിയുടെ ദൗത്യം ഒരിക്കൽ കൂടെ പറയാം. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യനെ അല്ലാതെ യാതൊരു പച്ചയായ വൃക്ഷ ലതാദികളെയോ ഉപദ്രവിപ്പാൻ ഇവർക്ക് കൽപ്പന കിട്ടിയിട്ടില്ല. ഇവർക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കണം. അത് ദണ്ഡിപ്പിക്കുമ്പോ ദണ്ഡനം നടക്കുമ്പോ മനുഷ്യൻ മരണം അന്വേഷിക്കും, മരിക്കാൻ കൊതിക്കും. എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. നമ്മൾ ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിലും മർക്കോസ് 13-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും കർത്താവായ യേശു മിശിഹായുടെ അന്ത്യ കാലങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ഈ 3 അധ്യായങ്ങളിലാണ് ദി ടീച്ചിങ്സ് ഓഫ് ദി എസ്കറ്റോളജിക്കൽ പ്രോഫസി എന്ന് പറയുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്ത്യകാലഘട്ടങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ യേശുമിശിഹായുടെ ഒരു പഠന സംഹാരമാണ് ഈ 3 അധ്യായങ്ങളിലുള്ളത്. അവയിൽ ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാനിന്ന് വായിക്കുകയാണ്. ബുക്ക് ഓഫ് ലൂക്ക് 21-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 മുതൽ 25 വരെയുള്ള വാക്യം. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം.
ദേശത്ത് വലിയ ഞരക്കവും ഈ ജനത്തിന് മേൽ ക്രോധവും ഉണ്ടാകും. ശ്രദ്ധിക്കുക, കർത്താവായ യേശുമിശിഹ തന്റെ ഒലിവുമലയിലെ അവസാനത്തെ അന്ത്യകാലഘട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനം, യേശു കർത്താവിന്റെ ഒലിവുമലയിലെ അവസാനത്തെ പ്രസംഗം, അതാണ് അന്ത്യകാലഘട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനം എന്നാണ് ഞാനതിനെ വിശേഷിപ്പിക്കുന്നത്. ടീച്ചിങ്സ് ഓൺ ദി എസ്കറ്റോളജിക്കൽ പ്രോഫസി, എസ്കറ്റോളജിക്കൽ പ്രോഫസി ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു കർത്താവിന്റെ അന്ത്യ പ്രവചനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാണ് മത്തായി 24 അധ്യായം, ലൂക്കോസ് 21 അധ്യായം, മർക്കോസ് 13 അധ്യായം, ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് 2 വാക്യങ്ങളാണ് ഞാൻ ഇന്ന് രാത്രി വായിക്കുന്നത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികൾക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ചെയ്യും. ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടുകയും ചെയ്യും. ഒരു പ്രവചന ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. അതേപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിലും ഇതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 13 അധ്യായം, അതിലെ ഒരു ചെറിയ ഭാഗം, 13 അധ്യായത്തിന്റെ 17 മുതൽ ഉള്ള 1-2 വാക്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമായിരിക്കും. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പോ ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ? ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും, മരിക്കാൻ കൊതിക്കും. ഏത് കാലത്തോ? ഏത് കാലത്ത്? ഏത് കാലത്തായിരിക്കുന്നറിയോ? ഏത് കാലത്താ പറയാം? വെട്ടിക്കിളികളുടെ രൂപസാദൃശ്യമുള്ള അതിഭീകരമായ ഈ ജീവികൾ, അവ എന്തു ആയിക്കൊള്ളട്ടെ, ആ ജീവികൾ കുതിരയ്ക്ക്, പടയ്ക്ക്, ചമയിച്ച കുതിരയ്ക്ക് സമം, സ്ത്രീക്ക് മുടിയുള്ളതുപോലെ മുടി, തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മനുഷ്യന്റെ മുഖമുള്ളതും സിംഹത്തിന്റെ പല്ലുള്ളതും പിന്നെ തേളിനെ പോലെ വാലും വിഷമുള്ളതുമായ അതിഭീകരമായ ജീവി. ഈ അതിഭീകരമായ ജീവികൾ 5 മാസക്കാലം മനുഷ്യനെ ദണ്ഡിപ്പിക്കുമ്പോൾ ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ അവർ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഈ സംഭവിപ്പാറുള്ളത് സംഭവിച്ചു തീർന്നു കഴിയുമ്പോൾ ആകാശമേഘങ്ങളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടും. സ്തോത്രം.
അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ഇവയുടെ രൂപമാണ് ഞാൻ പറഞ്ഞത്. പടയ്ക്ക് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യന്റെ മുഖം പോലെയും സ്ത്രീക്ക് ഉള്ളതുപോലെ മുടിയും, പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകൾ, ഇരുമ്പ് കവചങ്ങൾ. അടുത്തത് ചിറകുകളുടെ ഒച്ച അനേകം കുതിരകൾ പടയ്ക്ക് പുറപ്പെടുന്നത് പോലെ. അടുത്തത് തേളിലുള്ളതുപോലെ വാലും വിഷമുള്ളും ഇവയ്ക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭീകര ജീവി, ഒരു ഭീകര രൂപമുള്ള ഒരു ജീവി. ഫൈറ്റർ വിമാനങ്ങളോ പാറ്റൻ ടാങ്കുകളോ മിസൈലുകളോ എന്തു ആയിക്കൊള്ളട്ടെ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എനിക്കതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഈ ഭീകര രൂപിയായ ജീവി, അതിനോട് പേര് കൊടുത്തിരിക്കുന്ന വെട്ടിക്കിളി എന്ന ലോക്കസ്റ്റ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ലോക്കസ്റ്റ് ഡസ് നോട്ട് ഹാവ് കിങ്. ലോക്കസ്റ്റ് ഡസ് നോട്ട് ഹാവ് എ കിങ്. സദൃശവാക്യം 30-ാം അധ്യായം 27-ാം വാക്യം. വെട്ടിക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി പുറപ്പെടുന്നു. പക്ഷെ വെളിപ്പാട് പുസ്തകം പറയുന്നു, they had a king, an angel of the bottomless pit. ഇവയ്ക്ക് രാജാവുണ്ട്. ആർക്ക്? ഈ വെട്ടിക്കിളികൾക്ക്. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന ഈ വെട്ടിക്കിളി എന്ന് പറയുന്ന അതിഭീകര രൂപമുള്ള ഇവയ്ക്ക് ഒരു രാജാവുണ്ട്. അവന്റെ പേരാണ് അഗാധകൂപത്തിന്റെ ദൂതൻ. ഇവർക്ക് രാജാവായിരുന്നു. ഇനി അവന് 2 പേര്. അവൻ എബ്രായ ഭാഷയിൽ അബദോൻ എന്നും ഈ യവനായ ഭാഷയിൽ അപ്പല്യോൻ എന്നും പേര്. ഇതെന്താണ്? ശ്രദ്ധിക്കണേ, ഈ പുസ്തകം പറയുന്നതിന് വിപരീതമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. സദൃശ്യവാക്യത്തിൽ പറഞ്ഞു വെട്ടിക്കിളികൾക്ക് രാജാവില്ല. എന്നാൽ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നു, 11-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവയ്ക്ക് രാജാവുണ്ട്. ആര്? അഗാധകൂപത്തിന്റെ ദൂതൻ. അഗാധകൂപത്തിന്റെ ദൂതൻ ഇവർക്ക് രാജാവായിരുന്നു. ആർക്ക്? വെട്ടിക്കളി എന്ന് പറയുന്ന ഭീകരരൂപിക്ക് രാജാവായിരുന്നു. അവന് 2 പേരാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് എബ്രായ ഭാഷയിലും 2 ഗ്രീക്ക് ഭാഷയിലും. എബ്രായ ഭാഷയിൽ അവന് അബദോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ ആ പേര് കൊടുത്തിരിക്കുന്ന അപ്പല്യോൻ എന്നും. ഈ 2 വാക്കുകൾ കൊടുന്ന് ചിന്തിക്കാൻ ഇന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2 വാക്കുകൾ കൂടി ചിന്തിക്കാൻ ഇന്ന് സമയമില്ല. പ്രധാനം വെച്ചാൽ അടുത്ത തിങ്കളാഴ്ച രാത്രി, വെള്ളിയാഴ്ച ഐ എം ഹാവിങ് അനദർ എൻഗേജ്മെന്റ്. അതുകൊണ്ട് എനിക്ക് വെള്ളിയാഴ്ച ഈ ആഴ്ചയിൽ ലൈവിൽ വരുവാൻ സാധിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച, അടുത്ത തിങ്കളാഴ്ച കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ വെട്ടിക്കിളിയുടെ രാജാവായിരിക്കുന്ന അഗാധകൂപത്തിന്റെ രാജാവ്, അഗാധകൂപത്തിന്റെ രാജാവ്, ലോക്കസ്റ്റ് had a king, an angel of the bottomless pit. അവയ്ക്ക് അഗാധകൂപത്തിന്റെ ദൂതൻ രാജാവായിരുന്നു. ഇങ്ങനെ വേണം മലയാളത്തിൽ എഴുതാൻ. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു എന്ന മലയാളത്തിലുള്ളത്. പക്ഷെ ആ പരിഭാഷയിൽ വന്നുപോയ വ്യത്യാസമാണ് അത് ഞാൻ പറയുന്നത്. ഇവയ്ക്ക്, ആർക്ക്? വെട്ടിക്കിളികൾക്ക് അഗാധകൂപത്തിന്റെ ദൂതൻ രാജാവായിരുന്നു. അപ്പോ സദൃശ്യവാക്യം 30-ാം അധ്യായം 27-ാം വാക്യം, ലോക്കസ്റ്റ് ഡസ് നോട്ട് ഹാവ് എ കിങ്. വെട്ടിക്കിളികൾക്ക് രാജാവില്ല, അവ അണിയണിയായി പുറപ്പെടുന്നു. സദൃശ്യവാക്യം
30:27. എന്നാൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, ലോക്കറ്റ്സ് ഹാഡ് എ കിങ്, an angel of the bottomless pit. അഗാധകൂപത്തിന്റെ ദൂതൻ അവയ്ക്ക് രാജാവായിരുന്നു. നിങ്ങൾ ചിന്തിക്കണേ, 5-ാമത്തെ ദൂതൻ ഊതിയപ്പോ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് വീഴുന്നത് യോഹന്നാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ആർക്ക്? ദൂതന്. നക്ഷത്രം കണ്ടതാവും. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അടുത്തത്, അവൻ അഗാധകൂപം തുറന്നു. അഗാധകൂപം തുറന്നു. ഈ അഗാധകൂപം തുറന്നപ്പോഴാണ് ഈ വെട്ടുക്കിളി പുറപ്പെട്ടത്. അവയുടെ രൂപം ഞാൻ പറഞ്ഞു, അവയുടെ ദൗത്യം ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രിയുടെ വെളിയിൽ ഞാനിവിടെ ഇത് അവസാനിപ്പിക്കാൻ പോകുകയില്ല. ലൈവ് സ്ട്രീം ഇവിടെ ക്ലോസ് ചെയ്യാൻ പോകുക. എന്റെ പ്രിയ ദൈവമക്കളെ, അവയുടെ ദൗത്യം ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. അഗാധകൂപം തുറന്നപ്പോൾ യോഹന്നാൻ 5-ാം മുദ്ര പൊട്ടിച്ച് 5-ാമത്തെ കാഹളം ഊതിയപ്പോ, 5-ാമത്തെ ദൂതന് കാഹളം ഊതിയപ്പോ ഒരു നക്ഷത്രം ആകാശത്തുനിന്ന് ഭൂമിയിൽ വീണപ്പോൾ അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നപ്പോഴാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായത്. ഈ സംഭവവികാസങ്ങൾ ഉണ്ടായപ്പോ പുറപ്പെട്ടു വന്നതാണ് വെട്ടിക്കിളികൾ എന്ന് പറഞ്ഞാൽ ഈ മഹാഭീകരരൂപി. ഒരു ഭീകരരൂപിയാണിത്. കാരണം കുതിരയ്ക്ക്, പടയ്ക്ക് ചമയിക്കുന്ന കുതിരയ്ക്ക് സമം, മനുഷ്യന്റെ മുഖം പോലെ മുഖം, സ്ത്രീയുടെ മുടി പോലെ മുടി, പിന്നെ അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകൾ പോലെ, ഇരുമ്പ് കവചങ്ങൾ ധരിച്ചിട്ടുള്ള, പിന്നെ ചിറകുകളുടെ ഒച്ചയോ, അനേകം കുതിരപ്പടയുടെ പടയ്ക്ക് പുറപ്പെടുന്ന ശബ്ദം, പിന്നെ ഇവ തേളിലുള്ള പോലെ വാലും അതിനൊരു വിഷമുള്ളുകൊണ്ട്. ഇതുകൊണ്ട് മാനവജാതിയെ ദണ്ഡിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഈ വിഷമുള്ളുകൊണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, തേളിന്റെ തലയിൽ നമ്മൾ ചവിട്ടിയാൽ തേള് ചത്തുപോകത്തില്ല. തേൾ അതിന്റെ വാലുകൊണ്ട് നമ്മളെ കുത്തും. ആ വാലിലാണ് വിഷമിരിക്കുന്നത്. പാമ്പിന്റെ തലയിലാണ് വിഷമിരിക്കുന്നത്. പാമ്പിന്റെ വാലിൽ ഒരു ശക്തിയില്ല. എന്നാൽ തേളെന്ന് പറയുന്ന സ്ക്രോപ്പിയൻ എന്ന് പറഞ്ഞ ഈ വസ്തുവിന് അതിന്റെ വാലിലാണ് ശക്തി എന്ന് പറഞ്ഞതുപോലെ ഈ വെട്ടിക്കിളിയുടെ ശക്തി അതിന്റെ വാലിന്മേലായിരുന്നു. 5 മാസം മുഴുവൻ മാനവജാതിയെ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത അന്ന് കാണുന്ന മാനവജാതിയെ മുഴുവൻ ദണ്ഡിപ്പിക്കാനുള്ള അധികാരം ഈ ഭീകരജീവിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ ഭീകരജീവിയുടെ അതിദണ്ഡനം സഹിക്കാൻ കഴിയാതെ വരുന്ന മാനവജാതി മരിക്കാൻ കൊതിക്കും. പക്ഷെ മരണം അവരെ വിട്ട് ഓടിപ്പോകും. എന്ന് പറഞ്ഞാൽ അതികഠിനമായ വേദന സഹിക്കുന്നു. മാരക വിഷമുള്ള ഈ ഭീകരജീവി മാനവജാതിയെ 5 മാസം ദണ്ഡിപ്പിക്കും. മനുഷ്യൻ മരിക്കാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ടാണ് കർത്താവ് തന്റെ അന്ത്യകാല പ്രവചനങ്ങളിൽ പറഞ്ഞത്, ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ അവർ മരണം അന്വേഷിക്കും. എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരിക്കാൻ ആഗ്രഹിക്കും. ഈ വലിയ പീഡ കൊണ്ട്, വലിയ ദണ്ഡനം കൊണ്ട് ഈ ഭീകരജീവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മാനവജാതിയെ ദണ്ഡിപ്പിക്കുന്ന അതികഠിനമായ ദണ്ഡനത്തിൽ കൂടെ കടന്നു പോകുന്ന മാനവജാതി മരിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ മരണം അവിടെ സംഭവിക്കത്തില്ല. പ്രധാനിച്ചാൽ 10-11 വാക്യങ്ങൾ അടുത്ത തിങ്കളാഴ്ച നമുക്ക് ചിന്തിക്കാം. Let me close this section with a prayer.
പ്രിയ കർത്താവേ, ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിച്ച് സ്തോത്രം. ഈ മഹാ പീഡനകാലം വരുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാൽ ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അക്ഷരാൽ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ വിശുദ്ധന്മാർ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന ആ സുദിനത്തിനു വേണ്ടി ജനത്തെ നീ ഒരുക്കുന്നതിനായി ഇന്ന് രാത്രി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിനായി ദൈവം ജനത്തെ ഒരുക്കണമേ കർത്താവേ. നീ എല്ലാവരെയും അനുഗ്രഹിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ, പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. This is Pastor Sunny K. Thomas signing off from Chagannur. We will meet on next Monday with the words 9, 10 and 12. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച രാത്രി നമുക്ക് ലൈവിൽ കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാർ.